ഷറഫുദ്ദീൻ നായകനായി അഭിനയിച്ച മധുവിധു എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ചെറിയ ചെറിയ തമാശകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു തറവാടുണ്ടാവും, അവിടെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അച്ഛൻ, അമ്മാവൻ, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ. പിന്നെ ആ തറവാടിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന പഴയ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അതുപോലത്തെ ഒരു സിനിമയായിട്ടാണ് മധുവിധു എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, ആഞ്ഞിലിമൂട്ടിൽ തറവാട്, ആ തറവാടിനൊരു ശാപമുണ്ട്. അവിടെ സ്ത്രീകൾ വാഴില്ല. അപ്പോൾ ആ തറവാട്ടിൽ ഇപ്പോൾ ഒരു കാരണവരുണ്ട്. അവരുടെ 2 മക്കളുണ്ട്, ജഗദീഷും അസീസ് നെടുമങ്ങാടും. അസീസ് നെടുമങ്ങാട് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ജഗദീഷിന്റെ ഭാര്യ മരിച്ചു പോയതാണ്. അവർക്ക് 2 മക്കളുണ്ട്, ഷറഫുദ്ദീനും പിന്നെ ഒരു അനിയനും. അപ്പോൾ ഷറഫുദ്ദീന് കല്യാണം ഇതുവരെ ശരിയാവുന്നില്ല. ഒരുപാട് കല്യാണങ്ങൾ നോക്കി ഒന്നും നടക്കുന്നില്ല. അതിനിടയിലാണ് ഷറഫുദ്ദീൻ നായികയായ കല്യാണി പണിക്കരുടെ കഥാപാത്രത്തെ പരിചയപ്പെടുന്നത്. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് നല്ല രസകരമായ കോമഡിയൊക്കെ മിക്സ് ചെയ്തിട്ട് സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നത്. വിഷ്ണു അരവിന്ദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബിപിൻ മോഹൻ, ജയവിഷ്ണു എന്നിവരാണ് സിനിമയുടെ കഥ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കല്യാണമാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഷറഫുദ്ദീന്റെ കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ആ കല്യാണത്തിന്റെ പേരിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഷറഫുദ്ദീൻ നല്ല അടിപൊളിയായിട്ടാണ് അമ്മു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഒരുപാട് മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കഥാപാത്രമാണ് ജഗദീഷ് ചെയ്ത കഥാപാത്രം. അടിപൊളി ഒരു ക്യാരക്ടറാണ്. നല്ല രസമായിട്ട് തന്നെ ജഗദീഷ് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ അസീസ് നെടുമങ്ങാടിന്റെ കഥാപാത്രം ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ആ ക്യാരക്ടറിലൂടെ വരുന്നുണ്ട്. രസമായിട്ട് തന്നെ പുള്ളിയും ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണി പണിക്കരാണ് നായികയായിട്ട് വരുന്നത്. ബിന്ദു പണിക്കരുടെ മകളാണ്. അടിപൊളിയായിട്ട് തന്നെ അവർ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ സായികുമാർ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. നല്ല രസമായിട്ട് തന്നെ പുള്ളിയും ചെയ്തിട്ടുണ്ട്. പിന്നെയും സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ഷറഫുദ്ദീന്റെ അപ്പൂപ്പന്റെ ക്യാരക്ടർ ചെയ്ത്, ഷറഫുദ്ദീന്റെ അനിയന്റെ ക്യാരക്ടർ, അസീസ് നെടുമങ്ങാടിന്റെ സുഹൃത്തിന്റെ ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ട്. പിന്നെ നായികയുടെ വീട്ടിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹിഷാം അബ്ദുൽ വഹാബാണ്. പാട്ടുകളൊക്കെ നല്ല രസമായിട്ട് തന്നെ സിനിമയിൽ ബ്ലെൻഡായി തന്നെ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള പാട്ടുകളായിരുന്നു. തിയേറ്ററിൽ കേൾക്കാൻ നല്ല ഇമ്പുള്ള പാട്ടുകളായിരുന്നു. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന വിശ്വജിത്ത് ആണ്. നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ആണ്. നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തൊരു കൊച്ചു മൂവിയാണ് മധുവിധു. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.